ഹായ്, നമ്മൾ കെമിസ്ട്രിയുടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ടോപ്പിക് എന്നല്ല, ഒരു ചെറിയ രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ കാരണം മിക്കവാറും മാർക്സ് പോകാനായിട്ട് ചാൻസ് ഉള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഓക്കെ, ഇത് പല ആൾക്കാരും നോട്ടീസ് ചെയ്യാതെ പോകും. കാരണം വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കറിയും, പക്ഷേ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. പല ആൾക്കാർക്കും ഇപ്പോഴും ഇങ്ങനെ ആയിരുന്നല്ലേ, രണ്ടും വ്യത്യാസമാണല്ലേ എന്ന് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാതിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഓർബിറ്റ് വേഴ്സസ് ഓർബിറ്റൽ. ഓക്കെ, ഓർബിറ്റൽ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട്. നമ്മുടെ ആറ്റം അറിയാലോ, ആറ്റം ഇതാണെങ്കിൽ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഞാനിപ്പോൾ N എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് ഉണ്ട്. ആ പാത്ത് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്ന ആ ഒരു പാതയെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു പാതയെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നു. എന്നാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കാണാനായിട്ട് സാധ്യതയുള്ള ഒരു സ്പേസ് ഉണ്ട്. അതായത് ഇലക്ട്രോൺസിന്റെ ഹൈ പ്രോബബിലിറ്റി കാണിക്കുന്ന ഒരു സ്പേസ്, ഇലക്ട്രോൺസിന്റെ സാധ്യത മാക്സിമം ആകുന്ന ഒരു സ്പേസ്. ആ സ്പേസിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ആ ഒരു സഞ്ചാര പാതയെ, ആ ഒരു പാത്തിനെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നു. എങ്കിൽ ഓർബിറ്റൽ എന്ന് പറഞ്ഞാലോ ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ മാക്സിമം കാണാൻ സാധിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു സ്പേസ്, അതിനാണ് എന്ത് പേര് പറയുന്നത്? ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഒരു AL എന്ന് പറയുന്ന രണ്ട് ലെറ്റർ വന്നപ്പോഴാണ് ഈ ഒരു വ്യത്യാസം വന്നത്. ഓക്കെ, അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂസിങ് ആകുന്ന ഒരു കാര്യമാണ്. അത് മാക്സിമം എന്ത് ചെയ്ത് വെച്ചേക്കാം, നല്ല വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ.